അമ്മച്ചി ആ മറ്റോ പോയാ ആ എന്ത് ആദ്യം ഈ കുന്താണ്ടോങ്കം മാറ്റ്. ചില താലിബാനിച്ചുകളെ പോലെ മറ്റോ പോയാ. അവന്റെ ചേച്ചിയെ കൊണ്ടു വിടാൻ പോയിരിക്കുക. അവൻ പോണില്ലേ? അന്ന കൊച്ചമ്മയ്ക്ക് ഭേദമായതിനു ശേഷമേ അവൻ പോവും. അവൻ ഇവിടുന്ന് പോയില്ലെങ്കിലേ അവൻ ഇവിടുന്ന് ഞാൻ പറപ്പിക്കും. പറപ്പിക്കും. ദേ വക്കീലിനെ വിളിക്കാനോ മറ്റോ നിന്നെ വിളിപ്പിച്ചത്? വക്കീലിനെ വിളിപ്പിക്കാൻ അവനെ വിട്ടാ മതി. ഞാൻ ഇവിടുത്തെ മാനേജറാ. ഓ മാനേജർ പറഞ്ഞു നടക്കാൻ കൊള്ളാം. എടാ അവരുടെ മുമ്പിലേ നീ ഇവിടത്തെ ഡാമേജറാ. എടാ പോത്തെ, ഇനിയെങ്കിലും കൊച്ചമ്മമാരുടെ അടുത്ത് തഞ്ചത്തി നിന്നാ നിനക്ക് വല്ലതും കിട്ടും. അല്ലെങ്കിലേ താമരപ്പൂ പോലെ ഇങ്ങനെ കുളത്തി കിടക്കാം. അമ്മച്ചി നോക്കിക്കോ, അവനെ കൊണ്ട് ഈ ബംഗ്ലാവും സ്വത്തുക്കളും ഞാൻ എഴുതി വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടൂല അമ്മച്ചി. അമ്മച്ചി എങ്ങനെങ്കിലും പറഞ്ഞ് എനിക്ക് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഞാൻ ചത്തുകളയും. എടാ നീ ആവശ്യമില്ലാത്ത ബുദ്ധിയൊന്നും കാണിക്കരുതേ. ചത്താ പിന്നെ ഒന്നും കിട്ടത്തില്ല. ആണോ? ആ നീ വേഗം ചെല്ല്. അന്ന കൊച്ചമ്മ സുഖല്ലാതെ കിടപ്പില്ല. ചെല്ല് ചെല്ല്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഓ എടാ മാത്തൂട്ടി, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അനുവാദമില്ലാതെ അകത്ത് കിടക്കരുതെന്ന്? അറിയാം. അകത്തേക്ക് കിടക്കാനുള്ള അനുവാദം വായിക്കാനാണ് ഞാൻ അകത്തോട്ട് വന്നത്. ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ആ അങ്ങനെ മര്യാദ കാണിക്കും. എന്നാത്തിനാ എന്നെ വിളിപ്പിച്ചത്? ദേ നീ പോയി നമ്മുടെ വക്കീലിനെ ഒന്ന് വിളിച്ചോണ്ട് വാ. എന്നാത്തിനാ ഇപ്പൊ വക്കീല്? എന്റെയും ആലീസിന്റെയും കാലശേഷം ഈ സ്വത്തുക്കളൊക്കെ വേണ്ട വച്ചപ്പേ, എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി. സ്വത്തും പണം മോഹിച്ചല്ല ഈ മാത്തുക്കുട്ടി ഇത്ര കാലം ഇവിടെ നിന്നത്. അറിയാവോ, ഹനുമാനാണെങ്കിൽ ഞാൻ നെഞ്ചു പൊളിച്ച് കാണിച്ചേരാ. കരയണ്ടടാ, നിനക്ക് അങ്ങനെയൊന്നുള്ള മോഹമില്ലെന്ന് ഞങ്ങൾക്കറിയത്തില്ലയോ? സ്വത്തുക്കള് സോമന്റെയും സോഫിയുടെയും പേരിൽ എഴുതാനാ. കംപ്ലീറ്റാ? ആ ഈ 500 ഏക്കർ തോട്ടം, ഈ ബംഗ്ലാവ്, പുറത്തിറക്കണ പെൻസിലാറും ആ സൈക്കിളും. അതെ, കള്ളത്തരൊന്നും കാണിക്കാതെ അവരുടെ കൂടെ നിന്നാ നിനക്കുള്ളത് എന്താന്ന് വെച്ചാ മാസാമാസം തരും. എന്നാത്തിനാ നീ കരയുന്നേ? സന്തോഷ വാർത്തയല്ലേ ഞാൻ കേട്ടത്. ഇതിന് കരയാൻ എന്തിരിക്കുന്നു? എങ്ങാണ്ട് വന്നൊരുത്തരെ എല്ലാം എഴുതി കൊടുത്തില്ലേ? എനിക്ക് മാസം 250 ശമ്പളം. കർത്താവേ, നിങ്ങളുടെ നല്ല മനസ്സ്. ഇനി പോകാൻ അനുവാദം ചോദിക്കണോ? കർത്താവേ, യാതൊരു സ്വത്തുമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ നിന്റെ അൾത്താരയിലേക്ക് വരികയാണ്. തൂങ്ങുന്നതിനിടയിൽ ഈ കൊമ്പങ്ങാനും ഒടിഞ്ഞ് എന്റെ തലയിൽ വീണാൽ ഞാൻ തലപൊട്ടി ചത്തുപോകും. കാത്തോളണേ. ഞാൻ അവിടെ വരുമ്പോൾ ഇതുപോലത്തെ 1000 മെഴുകുതിരികൾ അവിടുത്തെ അൾത്താരയിൽ കത്തിച്ചോളാം. സൂക്ഷിച്ചു വാടാ മാങ്കാണ്ടി. என்ன பண்றது? நான் சாக போறேன்டா. என்ன விட்டுட்டு போவாதீங்க. அப்படியா? എന്നാ നീ ഇവിടെ വാ. ഒരു ധൈര്യത്തിന്. കയറ് സ്ട്രോങ് ആണ്. എന്താ என்ன ஆசானே, துணியெல்லாம் போட்டுட்டு സേഫ്റ്റിടാ. ടൈറ്റ് ആവുമ്പോ എന്റെ തൊണ്ട വേദനിക്കില്ലേ? എനിക്ക് ടോൺസിലൈറ്റിസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കഴുത്ത് ഭദ്രമാ പാക്ക വേണ്ട. என்ன ஆசானே, என்ன பிரச்சனை? எல்லாம் போச்சுடா. எல்லா சொத்துக்களும் அந்த பொண்ணுக்கும் அந்த புறம்போக்கு பையனுக்கு எழுதி வச்சாச்சு. நான் இனி எதுக்கு வாழணும்? அப்படியா விஷயம்? ஆமாண்டா. அதுக்கு ஒரு வழி இருக்கு. எப்படி ஆனாலும் அந்த பொண்ணுக்கு பாதி சொத்து கிடக்குமே. அது എനിക്കെന്താടാ? இருக்கு. എന്താ? அந்த சோம சாரு, அந்த புறம்போக்கு. ஆமா ஆமா, அவர் அமெரிக்காவில் போய் திரும்பி வரதுக்கு முன்னாலே ஆசான் அந்த பொண்ணுனை காதல் பண்ணி கல்யாணம் செய்தா அந்த சொத்து முழுவதும் உங்களுக்கு கிடக்குமே. നടക്കണ കാര്യമല്ല പറടാ. நடக்காம எங்க போகுது? சின்ன பொண்ணு தானே. ஆகட்டுமே. உங்களுக்கு வயசாയി போச்சா? ஏரியா 45 50. கம்மி பண்ணடா. 60 வயசானாலும் சிங்கம் தான். என்ன இது? சிங்கம் நன்னா இருக்கு. எங்க அப்பா எங்க அம்மாவை கல்யாணம் கட்டும் போது அம்மாவுக்கு 16, அப்பாவுக்கு 61. இந்த விஷயம் அம்மாவுக்கு தெரியுமா? அப்பா பரவாயில்ல, நீ விஷயத்துக்கு வாடா மாயண்டி. ஆசானே, என்ன உடம்பு, என்ன மசலி பழமாங்க போல இருக்குது. அழகு அழகு. എന്നാലും അവള് സമ്മതിക്കോ? சம்மதிக்க வைப்பேன். எப்படி? அது எனக்கு விடுங்க. நம்ம மந்திரவாதி சாமிக்கிட்டு ஒரு தைலம் இருக்கு. அந்த தைலம் யார் மேலாவது புரட்டினா அவங்க உங்க பின்னாடி நாய் மாதிரி சுத்தி சுத்தி வந்துடும். ഇനിയിപ്പോ സാമിയുടെ അടുത്ത് എങ്ങനെ പോവടാ? മണ്ണും പൊടിയും കൊണ്ടില്ലാന്ന് പറഞ്ഞിട്ട് ഇതേവരെ ചെന്നിട്ടില്ല, ദക്ഷിണം കൊടുത്തിട്ടില്ല. நான் வாங்கிட்டு வர்றேன், நீ தைரியமா இருங்கோ. ஆனா எனக்கு ஒரு சத்தியம் பண்ணணும். എന്നടാ? நீங்க அந்த சோஃபியா பெண்ணை கல்யாணம் செய்தா நான் தான் உங்க எஸ்டேட் மேனேஜர்.
സമ്മതിച്ചു. ആ അപ്പടി சொன்னா பத்தாது கையாலே அடிச்சு சத்தியம் போடணும். കയ്യാൽ ஆமா. ஐயோ സത്യം സത്യം. മൂന്നാഴ്ച ഇങ്ങോട്ട് വേണം. போதும் போதும் போதும். ആ സോഫി പെണ്ണ് എനിക്ക് കിട്ടുവോ? அந்த சோஃபி கெட்டு நடக்கலனாலும் இந்த கெட்டிங்க சேஃப்டியா இருக்கும். ஆசானே கிடைச்சாச்சி. ஆசானே புடி 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 கிடைச்சாச்சி. തൈലം കിടച്ചാച്ചാ? காடல் தைலம் கிடைச்சாச்சி. അപ്പാ, വാ. അതെ, വെള്ളം ഒഴിച്ചു കുടിക്കണം, പാലൊഴിച്ചു കുടിക്കണം? அப்பா அப்பா குடிக்காதுங்க. இது கையில கொஞ்சம் ஊத்தி அந்த பொண்ணு மேலே தடவியா போதும். അത് തപ്പ്. ഒരു പെണ്ണ് കുളിച്ചോണ്ടിരിക്കുമ്പോ ആ കുളിമുറിനകത്ത് കയറാനും ഒളിഞ്ഞു നോക്കാനൊന്നും എനിക്ക് ഡീസൻസിക്ക് പറ്റില്ല. അതൊന്നുമേ വേണം ആസാനെ. கொஞ்சம் தைலம் ஊத்தி அப்படியே அந்த பெண்ணு கை மேலே கை காமிக்க டச் பண்ணியா போதும். അപ്പൊ ഞാൻ ഹസ്ബൻഡ് ഊത്തട കയ്യില് കൊഞ്ചം കൂടി ഊത്തട. கல்யாணத்துக்கு இது போதும். സ്വത്തുക്ക് ஓ சொத்துக்கு കാതൽ പണം, കാതൽ പണം. அப்படி ஒரு படம் இருக்கா? പടമല്ലടാ, മണം. ಏಯ್ ಮಾತುಟಿ, ആ ಏನು ವಿಶೇಷ? നല്ല വിശേഷം. ಸೋಫಿಯಾಳ್ಗೆ ಒಂದು ಲೆಟರ್ ದಾರೆ. സോഫിയക്ക് ലെറ്ററാ? വേണ്ടി நான் கொடுக்க மாட்டேன். ಕೆಡಲಿಕ್ಕೆ ಆಗುತ್ತದಾ? പെടലിക്ക് എന്ത് പറ്റി? ಕೆಡಲಿಕ್ಕೆ ಆಗುತ್ತದಾ? ഓ, കത്ത് കൊടുക്കാം. ആ. ആ കൊടുക്കാം. വേണ്ടി കണ്ടോടാ, അവളുടെ കൈക്ക് തൈലം തേക്കാനുള്ള ചാൻസ് ഉടയമ്പരം കൊണ്ടുവന്നതാ. நான் சொல்லல, இன்னையில இருந்து உங்களுக்கு தீபாவளி. ദീപ, வலி வலி. ഇതെന്താ ഈ കുതിരക്ക്? കുതിര എന്താ പിന്നാലെ വരുന്നത്? ஐயோ ஆசானே, நீங்க அந்த தைலம் குதிரை மேல தேய்ச்சாச்சா? ആമാ, അല്ലെങ്കിൽ കത്തിത്താവൂലേ? ஐயோ, பொண்ணு மேல தேய்க்க சொன்ன தைலம் குதிரை மேல தேய்ச்சாச்சா? ആമാ. அப்ப குதிரை குங்க மேல காதல் வருவ. അയ്യോ, കുതിരന്റെ കാതൽ പണ്ടമാ. അയ്യോ, ഇതാ കുതിര. അയ്യോ, അയ്യോ. ஆசானே ஓடு ஆசானே. അയ്യോ, കുതിരക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തിനാ ഓടുന്നേ? ഞാൻ സോഫിക്ക് ഒരു കത്തേറാൻ വന്നതാ. അതിനെങ്ങനെ? എന്റെ മാതാവേ! വയാണ്ടി, ഇതെന്തൊടുക്കുന്ന തൈലോടാ? ஆசானே வலிஞ்சோட ஸ்ட்ரைட் ஓடு. ഇല്ല, രക്ഷപ്പെട്ട്. എന്റെ അമ്മേ. ആ അയ്യോ, 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 ദാ വണ്ടി. അയ്യോ, ദാ വണ്ടി, ദാ വണ്ടി. അയ്യോ, 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 എന്നെ രക്ഷിക്കണേ. അയ്യോ, മാതാവേ, ഞാനൊരു മനുഷ്യനാണെന്ന കാര്യം കൂടി ഓർക്കണ്ടേ? ആ ജന്തു என்ன காதல் கிஸ், டைட்டானிக் மாதிரி இருந்த. ആത്മാക്കളുടെ പള്ളിയിൽ പെരുന്നാളെന്നാ തോന്നണേ. നല്ല മഴക്കോളുണ്ട്. സോമ, കുരുത്തക്കേട് പറയണ്ട. ആത്മാക്കള് പൊറുക്കുകയല്ല. ഞാനൊരു തമാശ പറഞ്ഞ. ആത്മാക്കൾക്ക് എന്താ തമാശ ഇഷ്ടമല്ലേ? ഞങ്ങൾ പേടിച്ചിരിക്കുമായിരുന്നു. എവിടെയായിരുന്നു ഇതുവരെ? വെറുതെ കുറച്ച് നടന്നു. വഴിയിൽ വെച്ച് പാലക്കച്ചനെ കണ്ടു. പിന്നെ പള്ളിയിൽ പോയി. ഓരോന്ന് പറഞ്ഞിരുന്ന് നേരം പോയതറിഞ്ഞില്ല. എന്തിനാ ഇങ്ങനെ അലഞ്ഞു തിരിയാൻ പോയേ? ഞങ്ങൾക്കറിയാം, ഇവിടം വിട്ടുപോകാൻ വിഷമമുണ്ട് അല്ലേ? ഇത്ര വിഷമിച്ച് ചുമ്മാ പോണോ? പോവാതെ പറ്റില്ല. എത്ര കൊല്ലത്തേക്കുള്ള കോഴ്സാ? ഞങ്ങളൊരു ഗ്രൂപ്പായതുകൊണ്ട് എത്ര കാലത്തേക്കെന്ന് പറയാൻ പറ്റില്ല. ഗ്രൂപ്പോ? അതെ, ഞാൻ മാത്രമല്ല, ഞങ്ങൾ 5-6 പേരുണ്ട്. ഗ്രൂപ്പ് വിസയാ. ആന്നോ? അപ്പൊ നീ? അല്ല, നിങ്ങള് പ്രാർത്ഥനയൊക്കെ ചൊല്ലിയോ? നീ വരട്ടെ എന്ന് കരുതിയിരിക്കുമായിരുന്നു. ആ, സോഫിയെ വിളിക്കേ. ആളെന്തേ? അന്നേച്ചി, കോഴ്സ് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണോന്ന് പറയാന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയാൻ തുടങ്ങിയതാ, അപ്പോഴത്തേക്ക് അവൻ വിഷയം മാറ്റിയല്ലോ.
ഒന്നുമില്ല. ഒന്നുമില്ലാതെ ആരെങ്കിലും കരയോ? പറയെന്താ കാര്യം? എനിക്ക് ജോലി കിട്ടി. അതിനാണോ കരയണേ? കൊള്ളാം. ജോലി കിട്ടിയതിന്റെ പേരിൽ കരയണ ഒരാളെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എന്റെ കർത്താവേ. ഏയ് സോഫി, എന്തേത്? പറയടോ. എന്റെ ചേട്ടന്റെ ജീവന് പകരമായിട്ടാ എനിക്ക് ജോലി കിട്ടിയത്. എന്താ കയ്യില്? ചേട്ടൻ, എന്റെ ചേട്ടൻ. സ്വന്തം പറയാൻ ഈ ലോകത്ത് എനിക്ക് എന്റെ ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കത്തിക്കഴിഞ്ഞ എന്റെ ചേട്ടനെ സെമിത്തേരിയിൽ അടക്കിയിട്ട ഞാൻ ഇങ്ങോട്ട് പോന്നത്. മയക്കുമരുന്ന് കഴിച്ച് ഭ്രാന്ത് പിടിച്ച കുറെ ദുഷ്ടന്മാര് തീ വെച്ച് കൊന്നു എന്റെ ചേട്ടനെ. അവന്മാരുടെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്തതിന് പകരം വീട്ടിയതാ. ചേട്ടനില്ലാത്ത ആ വീട്ടിൽ നിന്ന് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഈ അമ്മമാരുടെ അരികിലേക്ക് ഞാൻ ഓടിപ്പോരുമായിരുന്നു. ചേട്ടനില്ലാത്ത ഈ ലോകത്ത് ജീവിക്കേണ്ടെന്ന് ആദ്യം കരുതിയതാ. പക്ഷേ എന്റെ ചേട്ടനെ കൊന്നവരെ ശിക്ഷിപ്പിക്കാതെ മരിച്ച എന്റെ ചേട്ടൻ എന്നോട് പൊറുക്കില്ല. പ്രാർത്ഥനയ്ക്ക് സമയമായി. അമ്മമാരവിടെ കാത്തിരിക്കുക. സോളമൻ, അമ്മമാരോട് ഇതൊന്നും പറയരുത്. അവർക്കിതൊന്നും താങ്ങാനാവില്ല. ആരോടും ഒന്നും പറയണ്ടെന്ന് കരുതിയതാ. മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ശക്തി തരണേത് മാതാവിനോട് പ്രാർത്ഥിക്കായിരുന്നു ഞാൻ. ഞാനിനി എന്താ ചെയ്യണ്ടേ ഫാദർ? ഇതറിഞ്ഞത് മുതല് നെഞ്ചിനകത്തൊരു വിങ്ങല. അവളെ കാണുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം. ചെയ്യാത്ത തെറ്റിനിങ്ങനെ ഒരു എല്ലാം അവളോട് തുറന്നു പറഞ്ഞാലോ ഫാദർ? ഏയ്, തൽക്കാലം അങ്ങനെയുള്ള അവയവൊന്നും കാണിക്കരുത്. നീ പറയുന്നൊന്നും സമാധാനത്തോടെ കേൾക്കാനും മനസ്സിലാക്കാനും അവൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. വല്ല ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കിയാൽ ആകെ പ്രശ്നമാവും. അതും അല്ലെങ്കിൽ ആരോടും മിണ്ടാതെ പോലീസിനെ വിളിച്ചു വരുത്തിയാലോ? അന്നേ ആലിസ് ഇതൊക്കെ അറിഞ്ഞാ പിന്നെ എന്താ ഉണ്ടാവുക? പക്ഷേ ഒരു പക്ഷേയുമില്ല. എന്തായാലും 2 ദിവസം കൂടല്ലേ നീ ഇവിടെ ഉള്ളൂ. നീ പോയി കഴിഞ്ഞ് സമാധാനമായിട്ട് ഞാൻ അവളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. എന്താ പോരെ? ഹാ, നീ അപ്സെറ്റ് ആവാതെ ധൈര്യമായിട്ടിരിക്കേ. പിന്നെ എല്ലാം ഇതെന്താ പതിവില്ലാതെ ഇവിടെ? മാതാവിനോട് ചില കണക്കുകൾ പറഞ്ഞു തീർക്കാനുണ്ടായിരുന്നു. എന്നിട്ട് തീർത്തോ? തീർത്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എല്ലാരോടും പറഞ്ഞു തീർത്ത് പോകാനുള്ള ഒരുക്കാണല്ലേ? എന്നോടൊന്നും പറയാനില്ലേ? അതിപ്പോ എന്നാ എനിക്ക് പറയാനുണ്ട്. സത്യം പറഞ്ഞ ഇത്രയും നാളും മനസ്സിലെ വിഷമം മുഴുവൻ മറക്കാൻ എന്നെ സഹായിച്ചത് സോമന. ഇണങ്ങിയും പിണങ്ങിയും വേറൊന്നും ഓർക്കാതെ ഓരോ ദിവസം കഴിഞ്ഞു പോയത് സോമനുള്ളതുണ്ടാ. പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്താ? ജോലി കിട്ടിയെന്നും അടുത്ത ആഴ്ച പോണമെന്നും ഞാൻ അമ്മച്ചിമാരോട് പറഞ്ഞിട്ടില്ല.
ഈ അവസ്ഥയില് എങ്ങനെയാ പറയണ്ടേന്ന് എനിക്കൊരു രൂപവും കിട്ടുന്നില്ല. സോമനൊന്ന് നമുക്ക് പാലക്കച്ചനെ കൊണ്ട് പറയിപ്പിക്കാം. അച്ഛനാവുമ്പോ അതിന്റെ വഴിക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കോളും.